എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന പോരാട്ടം തന്നെയാണ് ICC മെൻസ് T20 വേൾഡ് കപ്പിലെ സൂപ്പർ സൺഡേ ക്ലാഷിലെ റൈവൽറി പോരാട്ടം. ചിരവൈരികളുടെ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മുഖാമുഖം വരാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ പോരാട്ടത്തിൽ അയർലൻഡിനെതിരെ തകർപ്പൻ വിജയം നേടിയാണ് രോഹിത് ശർമ്മയുടെ സംഘം വരുന്നതെങ്കിൽ ICC മെൻസ് T20 വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ കുഞ്ഞന്മാരായ USA തകർന്നടിഞ്ഞാണ് കരുത്തരായ പാകിസ്ഥാൻ്റെ വരവ്. അതിനാൽ തന്നെ ഇന്ത്യക്കെതിരെ അടക്കമുള്ള പോരാട്ടങ്ങളെല്ലാം വിജയിച്ചാൽ മാത്രമേ പാകിസ്ഥാന് സൂപ്പർ 8 ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ സാധിക്കൂ. അപ്പോൾ പാകിസ്ഥാൻ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം T20 വേൾഡ് കപ്പിന് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറി തന്നെയായിരുന്നു USA വേഴ്സസ് പാകിസ്ഥാൻ പോരാട്ടത്തിൽ കണ്ടത്. സൂപ്പർ ഓവറിൽ 5 റൺസിനായിരുന്നു പാക് പടയെ USA പരാജയപ്പെടുത്തിയത്. സോ ആ ഒരു പരാജയത്തിന് ശേഷം ഒരുപാട് ക്രിക്കറ്റ് പണ്ഡിതർ ചൂണ്ടിക്കാട്ടിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ദൗർബല്യം. ഒരുപാട് ദൗർബല്യങ്ങൾ കണ്ടൊരു പോരാട്ടം തന്നെയായിരുന്നു പാകിസ്ഥാൻ വേഴ്സസ് USA പോരാട്ടം. അപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ഒരു ബൗളിംഗ് പ്രകടനം എന്നതിനെക്കുറിച്ച് വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മുൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള റഷീദ് ലത്തീഫ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. USAക്കെതിരെ അങ്ങനെ T20 ചരിത്രത്തിൽ ഏറ്റവും വലിയ അട്ടിമറി തോൽവി തന്നെയായിരുന്നു പാകിസ്ഥാൻ നേരിട്ടത്. അപ്പോൾ അതിനെതിരെ വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മുൻ വിക്കറ്റ് കീപ്പർ റഷീദ് ലത്തീഫ്. മെയിനായിട്ടും പാകിസ്ഥാൻ്റെ ബൗളർമാർ തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു പരാജയത്തിന് കാരണം. ഫിറ്റ്നസ് പ്രശ്നം തന്നെയാണ് പാകിസ്ഥാനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അലട്ടുന്നത്. കാരണം കഴിഞ്ഞ സമീപകാലങ്ങൾ വരെ ഏറ്റവും കരുത്തുറ്റായി ഏതൊരു ബാറ്ററും ഭയപ്പെടുന്ന ഒരു കരുത്തുറ്റ ബൗളിംഗ് ലൈനപ്പ് തന്നെയുള്ള ടീം തന്നെയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ കുറേ കാലങ്ങളായി പാകിസ്ഥാൻ്റെ ബൗളിങ്ങിന് ആ ഒരു മൂർച്ചയില്ല. അപ്പോൾ മെയിനായിട്ടും ഫിറ്റ്നസ് പ്രോബ്ലം തന്നെയാണ് റഷീദ് ലത്തീഫ് പാകിസ്ഥാൻ്റെ ബൗളിംഗ് യൂണിറ്റിൽ കാഴ്ചവെക്കുന്നത്. ഷഹീൻ ഷാ അഫ്രീദി, മുഹമ്മദ് അമീർ, ഹാരിസ് റൌഫ്, നസീം ഷാ ഷതാബ് ഖാൻ തുടങ്ങി ശക്തമായ ബൗളിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ഫിറ്റ്നസ് പ്രോബ്ലങ്ങൾ അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ സൂപ്പർ സ്റ്റാർ ബോളേഴ്സ് എല്ലാം പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മുക്തരായി വരുന്നതേ ഉള്ളൂ. അപ്പം അവരുടെ മുൻ താരങ്ങളായ മുഹമ്മദ് അമീറിനെയും ഒപ്പം ഇമാദ് വസീമിനെ ഇത്തവണ പാകിസ്ഥാൻ T20 വേൾഡ് കപ്പിലുള്ള ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇരുവരും സമീപകാലത്ത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ PSL കളിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്നിരുന്നാലും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇരു താരങ്ങളെയും അലട്ടുന്നുണ്ട്. ഒപ്പം മുഹമ്മദ് അമീറും ഷഹീൻ ഷാ അഫ്രീദി, നസീം ഷായും തുടങ്ങി മികച്ച കെൽപ്പുള്ള ബൗളിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ പോലും പരിക്കിൻ്റെ കാരണം ഇവരെയും 3 താരങ്ങളെല്ലാം കുറേ റീസൻ്റെ പാകിസ്ഥാൻ കളിച്ച പരമ്പരകളിൽ നിന്നടക്കം പരിക്കിൻ്റെ പിടിയിൽ നിന്ന് തിരികെ വേൾഡ് കപ്പിലേക്ക് ഡയറക്റ്റ് വന്ന താരങ്ങൾ തന്നെയാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ് ഇംഗ്ലണ്ടിനെതിരെ T20 പരമ്പരയിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞ് പോയെങ്കിൽ പോലും ക്യാപ്റ്റൻ ബാബർ അസം നായകൻ്റെ റോളിൽ അവതരിച്ചപ്പോൾ പാകിസ്ഥാന് മാന്യമായ ടോട്ടലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും സൂപ്പർ ഓവറിലായിരുന്നു പാകിസ്ഥാൻ USAക്കെതിരെ 5 റൺസിൻ്റെ ഒരു തോൽവി വഴങ്ങിയത്. സോ ജൂൺ 9 ഇന്ത്യക്കെതിരെ റൈവൽറി പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല. സോ കരുത്തുറ്റ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് USA മണ്ണിൽ, അമേരിക്കൻ മണ്ണിൽ കരുത്ത് കാട്ടിയാൽ ഇന്ത്യക്കെതിരെ മികച്ച വിജയം നേടിക്കൊണ്ട് സൂപ്പർ 8 ക്വാളിഫിക്കേഷൻ സാധ്യത ഒന്നുകൂടി വർദ്ധിപ്പിക്കാം പാക് പടയ്ക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.